രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ NIA കുറ്റപത്രം നൽകി. 4 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. പ്രതികളിൽ 2 പേർ IS ബന്ധമുള്ളവർ എന്ന കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കേസ് അരുൺ, തുടരാം. രാമേശ്വരം കഫേ മുസവിർ ഹുസൈൻ ഷാസിബ്, അബ്ദുൾ മദീൻ താഹ സമർപ്പിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിലെ 2 പ്രതികൾക്ക്, മുഖ്യ പ്രതികളായിട്ടുള്ള 2 പേർക്ക് IS ബന്ധമുണ്ട് എന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നേരത്തെ ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയിട്ടുള്ള സ്ഫോടനമാണ്. അതിന് 6 മാസം ഇതിന് തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുള്ളത് BJPയുടെ കർണാടക സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, ബംഗളൂരു മല്ലേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി ഇവർ അത്തരത്തിലുള്ള ഒരു പ്ലാനിംഗ് നടത്തിയിരുന്നു. പക്ഷേ അത് നടപ്പിലായില്ല. അതായത് അത്തരമൊരു പ്ലാനിംഗ് നടത്തിയിരുന്നു എന്ന കാര്യം കൂടി ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതായത് തീവ്രവാദ ബന്ധം ഈ രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ നേരത്തെ തന്നെ NIA അത് വ്യക്തമാക്കുകയും അത്തരം വിശാലമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ആ കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ ഉള്ളത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന്.